പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് സദ്യകളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ മെയിൻ ഐറ്റമായ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി നമ്മൾ എപ്പോഴുണ്ടാക്കിയാലും നമ്മുടെ സദ്യയിലും നമുക്ക് ചോറുണ്ടാക്കി കഴിക്കുമ്പോഴാണെങ്കിലൊക്കെ വളരെ ടേസ്റ്റ് നൽകുന്ന ഒന്നാണ്. അതുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനല്ലേ. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വായോ. അപ്പം ഞാനിവിടെ ഇഞ്ചി ചെറുതായിട്ട് കണ്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, അടിച്ച് ഒത്തിരി കളയരുത്, ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. നമുക്ക് വറക്കുന്നേക്കാളും എളുപ്പം ഇത് തന്നെയാണ്, ഇഞ്ചി മൂത്ത് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പം ഇഞ്ചി അങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ, ഇച്ചിരി ഉലുവ, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്കയുടെ മുഴുപ്പിൽ, പുളി, ശർക്കര. ഇത്രയും മതി നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ. നമ്മുടെ ഇരുമ്പ് ജനിച്ചിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി തേങ്ങ ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് തേങ്ങ മതി. ചിലരൊക്കെ തേങ്ങ ഇല്ലാതെ ഇഞ്ചിക്കറി വെക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ആ തേങ്ങയും മൂപ്പിച്ചുള്ള ഇഞ്ചിക്കറിയുടെ ടേസ്റ്റാണ് ഏറ്റവും, നമ്മുടെ ഈ തേങ്ങ അരച്ചുള്ള ഇഞ്ചിക്കറിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ആ തേങ്ങ വറുത്ത് മൂത്ത ആ ഒരു രുചിയും നമ്മുടെ വറ്റൽമുളകും ഇതെല്ലാം കൂടെ മൂപ്പിച്ചുള്ള ഒരു രുചിയാണ് ഏറ്റവും നല്ലത്. നമുക്കിങ്ങനെ ഈ വറുത്തരച്ച് വെക്കുന്ന ഇഞ്ചിക്കറി നമുക്ക് 2 ആഴ്ചത്തോളമൊക്കെ നമുക്ക് കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ നല്ല മുറുക്കമുള്ള പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എടുത്ത് കൂട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ തേങ്ങ ഈ ഒരു മൂപ്പാകുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രൗണിഷ് കളർ കയറുന്ന ഒരു ടൈമിൽ നമുക്ക് വറ്റൽമുളക്, നമ്മുടെ ഉള്ളി, നമ്മുടെ ഉലുവ ഒത്തിരി ഒന്നും വേണം കേട്ടോ, ഒരു കുറച്ച് മതിയേ. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഇഞ്ചിക്കറി ആകുമ്പോൾ ഒത്തിരി എരിവ് വേണ്ടല്ലോ, ഇഞ്ചിക്ക് ഒരു ചെറിയ എരിവുള്ളതുകൊണ്ട് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു ടൈമിൽ നമുക്കൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാവേ. ഒത്തിരി കൂടാനും പാടില്ല, എങ്കിൽ കുറയാനും പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണേ. ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ തേങ്ങയും മുളകും എല്ലാം മൂത്ത് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതിയേ. പിന്നെ ലേശം വളരെ കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ വറ്റൽമുളക് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുളക് പൊടിയേ, ഒത്തിരി വേണ്ട, കളറിന് വേണ്ടിയിട്ട് മാത്രം. കാശ്മീരി ചില്ലി പൗഡർ നന്നായിട്ട് ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങ മൂക്കുന്ന നേരം മതി കേട്ടോ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അത്രയും പെട്ടെന്ന് നമുക്ക് ഈ രീതിയിലാണെങ്കിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാമേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വറുത്തെടുക്കുന്നേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗായ്സ്, നമ്മുടെ തേങ്ങ ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് വാങ്ങി തണുക്കാൻ വെക്കാമേ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം കൂടാതെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ കൈ എടുക്കാതെ
ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇനി ഇത് കരിയും. അപ്പോൾ നമുക്കിത് നമ്മുടെ തേങ്ങ ഇതുണ്ടോ കറക്റ്റ് മൂപ്പായിട്ടുണ്ട്. ഇനി കൂടുതൽ മൂത്ത ഇത് കരിഞ്ഞു പോവേ. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് മൂപ്പിക്കാം. അതിനായിട്ട് ഇഞ്ചി മൂക്കാൻ വേണ്ടി മാത്രം മതി കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് അതിനകത്തേക്ക് ഒരിച്ചിരി കടുകും കൂടെ പൊട്ടിക്കാവേ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് കടുക് മതി കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഒത്തിരി അരച്ച് പേസ്റ്റ് ആക്കി കളയരുത് കേട്ടോ. ചെറിയ ചെറിയ തരിതരി വേണേ. നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വറക്കുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് മൂത്തും കിട്ടും. അതിൻ്റെ ടേസ്റ്റും കൂടുതൽ ഇതായിരിക്കുമേ. നല്ല ടേസ്റ്റും കിട്ടും. എന്താണെന്ന് ഇപ്പം കണ്ടോ, പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. എന്താകുമ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് പിന്നെ അത് വറുത്ത് പിന്നെ അരച്ചെടുക്കണ്ടേ. അത്രയും താമസമൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് മൂത്തും കിട്ടും. ഇഞ്ചി നന്നായിട്ട് നമ്മൾ അരച്ചിട്ട് മൂപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെ രുചി കൂടുകയും ചെയ്യുവേ. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. നമ്മുടെ ഇഞ്ചി ഇത് മൂത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ഇഞ്ചി മൂത്ത് കഴിയുമ്പം നല്ല ചട്ടിയെന്ന് വിട്ട് നിൽക്കുവേ. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടോ വെള്ളം കൂടാതെ അരച്ചെടുത്ത് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ഇഞ്ചിയും വറുത്ത തേങ്ങ അരച്ചതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ വാളംപുളി ചൂടുവെള്ളത്തിൽ ഇത് കണ്ടോ ഞാൻ പിഴിഞ്ഞ് സിറപ്പാക്കിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഒത്തിരി കൂടാനും പാടില്ല, എങ്കിൽ പുളി ഇല്ലേലും ചെള്ളാം കേട്ടോ. നമുക്ക് ഈ പാത്രം കഴുകി ഒരു ഇച്ചിരി വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കാവേ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് തിളച്ച് കൊടുക്കട്ടെ. നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ തൊടുകറിയല്ലേ. കുറച്ചുകൂടെ കറിവേപ്പില ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു ടൈമിൽ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യാം നമുക്ക്. ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് ചൂടുവെള്ളത്തിൽ പുളി അരച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ശർക്കര. ഒത്തിരി മധുരം നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആവശ്യമില്ല, എങ്കിൽ മധുരം വേണം തന്നെ. ഇതിപ്പോൾ ഒരു 2 സ്പൂണോളം കാണാം ശർക്കര. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ഇഞ്ചിക്കറിയുടെ ആ ഒരു നല്ല കളറിലേക്ക് വരുള്ളേ. പിന്നെ ഓരോ ശർക്കര ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചില ശർക്കര നല്ല മധുരമുള്ള ശർക്കരയാണെങ്കിൽ ഇത്രയൊന്നും ആഡ് ചെയ്യണ്ട, കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ശർക്കരയുടെ മധുരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം കേട്ടോ. ശർക്കരയും കൂടെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ ഒരു ശർക്കരയുടെ ഒരു കളർ കണ്ടോ, ഡാർക്ക് കളറിലേക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കായമാണ്. ഞാൻ കായ കട്ടയാകട്ടെ ഇടുന്നത്. പൊടിയുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഇട്ട് മുറ്റത്തേക്ക് കിടന്ന് നോക്കുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ. ഒത്തിരി ലൂസും വേണ്ടെങ്കിൽ ഒത്തിരി തിക്കായിട്ട് നമ്മൾ എടുക്കരുത്. ഒത്തിരി തിക്കായി പോയി കഴിഞ്ഞ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറയും. ഇച്ചിരി കൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമ്മൾ. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടാവേ. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ കറക്റ്റ് തിക്നെസ്സിൽ കറക്റ്റ് എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് പാകത്തിനായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. അപ്പം ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.